ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 52 ദിവസമായി നടത്തുന്ന ഒരു പ്രതിഷേധം ഒരു വ്യത്യസ്ത പ്രതിഷേധ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സർക്കാർ നൽകുന്ന നക്കാപ്പിച്ചയായി സർക്കാർ ഇട്ടുകൊടുക്കുന്ന വളരെ ചുരുങ്ങിയ ഒഴിവുകൾ പട്ടികളെ പോലെ കടിച്ചു വാങ്ങേണ്ട അവസ്ഥയിലാണ്, ആ ഒരു ഗതികേട്ടിലാണ് തങ്ങളെന്ന് പ്രതീകാത്മകമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വ്യത്യസ്ത പ്രതിഷേധവുമായി CPO റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തങ്ങളുടെ പ്രതിഷേധം കടുപ്പിക്കുന്നത്. ഏകദേശം 52 ദിവസത്തോളമായി ഇത്തരത്തിൽ കേരളത്തിലെമ്പാടുമുള്ള CPO റാങ്ക് ഹോൾഡേഴ്സ് പ്രതിഷേധം തുടരുകയാണ്. അത്തരത്തിലൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് തങ്ങൾ പോയിരിക്കുന്നു. ഇനിയെങ്കിലും ഈ വരുന്ന മാർച്ച് 12-ാം തീയതി ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തങ്ങളുടെ മുന്നിൽ ഇനിയൊരു മാർഗവുമില്ല. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൂടിയാണ് ഈ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടാനായി ഇനി മുൻപിലുള്ളത്. ഇത്തരത്തിൽ പല രീതിയിലും ഇതിനു മുൻപും നട്ടുച്ചയ്ക്ക് ഈ റോഡിലൂടെ ഇഴഞ്ഞും അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾ തല മൊട്ടയടിച്ചും മണ്ണ് വാരി തിന്നും ഒക്കെ വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ ഇതിനു മുമ്പും നടത്തേണ്ട ഒരവസ്ഥയിലേക്ക് 2019-ലെ CPO റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് എത്തിച്ചേർന്നിരുന്നു. ഇത്തരത്തിൽ ഒരു അവസാന പ്രതിഷേധം തങ്ങളുടെ മുന്നിൽ ഇനി മാർഗങ്ങളില്ല, ഇനി മുട്ടുവാൻ വാതിലുകളില്ല. ഇനിയെങ്കിലും സർക്കാർ തങ്ങളുടെ ഒരവസ്ഥ കാണണം. തങ്ങളുടെ മുന്നിൽ ഇനി ജീവിക്കുവാനേ മറ്റ് മാർഗങ്ങളില്ല. എല്ലാവർക്കും ഒരുപക്ഷേ ഈ ഒരു ആത്മാഭിമാനം പോലും പണയം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രതിഷേധം ഒരുപക്ഷെ കാണുമ്പോൾ ചിലർക്കെങ്കിലും അസ്വസ്ഥത തോന്നിക്കുമെങ്കിലും പക്ഷേ ആരാണ് ഇവരെ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. നമ്മളിവിടെ സംസാരിച്ചപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നത് 52 ദിവസമായി ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രതിഷേധങ്ങളുമായി തങ്ങൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്തു വരികയാണ്. പക്ഷേ ഒരു തവണ പോലും തങ്ങളെ തിരിഞ്ഞു നോക്കുവാനോ തങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനോ ഒരു ചർച്ചയ്ക്ക് വിളിക്കാമെന്ന ഒരു വെറും വാക്ക് പോലും പറയുവാനോ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഉദ്യോഗാർത്ഥികൾ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. 2019-ലെ CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത്തരത്തിലൊരു അവസ്ഥ വന്നിരിക്കുന്നത്. ഏകദേശം ഈ റാങ്ക് ലിസ്റ്റിലെ 20% ആൾക്കാർക്ക് മാത്രമാണ് ജോലി നേടാൻ സാധിച്ചത്. അത്തരത്തിൽ ബാക്കിയുള്ളവർക്ക് ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള പല സാങ്കേതിക തടസ്സങ്ങൾ ആദ്യം പറയുകയും പിന്നീടത് വ്യത്യസ്തമായൊരു പ്രതിഷേധങ്ങളിലേക്ക് കടക്കേണ്ട അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരുകയായിരുന്നു. ഇത്തരത്തിൽ സർക്കാർ തങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് നൽകുന്ന ബിസ്ക്കറ്റ് പോലെ ഇട്ട് നൽകുന്ന വളരെ തുച്ഛമായ ഈ ഒരു ജോലി സാധ്യതകൾ അല്ലെങ്കിൽ വളരെ എണ്ണത്തിൽ കുറഞ്ഞ ഈ ഒരു ജോലി സാധ്യതകൾ തമ്മിൽ തല്ലി പിടിച്ചു പറിച്ചു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് പട്ടികളെ പോലെ തങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ യുവാക്കൾക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വരുന്ന 12-ാം തീയതിയോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നതോട് ഈ ഒരു എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമെന്നൊരവസ്ഥയിലേക്കാണ് ഈ ഒരു റാങ്ക് ഹോൾഡേഴ്സ് എത്തി നിൽക്കുന്നത്. ഇനിയെങ്കിലും തങ്ങളുടെ ആവശ്യം കാണാൻ, തങ്ങളെ ഒരു ചർച്ചയ്ക്കെങ്കിലും വിളിക്കാൻ, എന്തെങ്കിലും ഒരു ഉറപ്പ് നൽകാൻ ഇനിയെങ്കിലും ഉദ്യോഗസ്ഥർ തയ്യാറാകണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് വ്യത്യസ്തമായ സമരമാർഗങ്ങളിലൂടെ ഇതിനു മുൻപും CPO ഉദ്യോഗാർത്ഥികൾ നമ്മൾ അവരുടെ വാർത്തകൾ പങ്കുവച്ചിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ പ്രതിഷേധം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതായത് സർക്കാർ തങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരുന്ന ഈ ഒരു തുച്ഛമായ ഒഴിവുകൾ പിടിച്ചു പറിച്ചു വാങ്ങേണ്ട അവസ്ഥയിലേക്ക്, ഗതികേടിലേക്ക് തങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പട്ടികളെ പോലെ മുട്ടിലിഴഞ്ഞുകൊണ്ട് സർക്കാർ ഇട്ടുതരുന്ന ഈ ഒരു ബിസ്ക്കറ്റ് കഷ്ണങ്ങൾ പിടിച്ചു പറിച്ചു വാങ്ങുന്നു എന്നുള്ള ഒരു ഒരു ചിത്രീകരണമാണ്, ആ ഒരു പ്രതിഷേധമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഈ വരുന്ന മാർച്ച് 12-ഓടുകൂടി ഈ 2019-ലെ ഈ ഒരു CPO റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഈ ഒരു കാലാവധി കൂടി അവസാനിക്കുകയാണ്. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് കൂടെ പോകാം. എന്താണ് ഇത്തരത്തിലൊരു, നിങ്ങൾ വളരെ വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ നടത്തി ഇതിനു മുൻപും ഇത്തരത്തിൽ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായാലും ഒരു ചർച്ചയ്ക്ക് പോലും നിങ്ങളെ വിളിച്ചിട്ടില്ല. ഈ വരുന്ന 12-ാം തീയതിയോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ്. ഇനിയെങ്കിലും ഒരു പ്രതീക്ഷ മുൻപിലുണ്ട്. ഈ ഒരു പ്രതിഷേധത്തിലൂടെയെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ ആരെങ്കിലും നിങ്ങൾ തിരിഞ്ഞു നോക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണോ ഈ ഒരു വ്യത്യസ്ത പ്രതിഷേധം? ഇതൊരു പ്രതീക്ഷയുടെ ഒരു സമരം തന്നെയാണ്. കാരണം 1903 ചട്ടമ്പി സ്വാമികൾ അന്നത്തെ ഫ്യൂഡൽ മാടമ്പി വ്യവസ്ഥയ്ക്കെതിരെ കൊണ്ടുവന്ന ഒരു സമരമാണ് ഈ പട്ടിസദ്യ എന്ന് പറയുന്ന ഒരു സമരം. അതിന് പിന്മുറയായിട്ട് നമ്മളിപ്പോൾ നടത്തിയ ഒരു സമരമാണ് ഈ ഒരു പട്ടിസമരം അല്ലെങ്കിൽ പട്ടിസദ്യ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഇത് നടത്താനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചത് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു
തെറ്റായ നയം. PSC ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 ഘട്ട പരീക്ഷ കൊണ്ടുവന്നു. ഈ 2 ഘട്ട പരീക്ഷ കൊണ്ടുവന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 100% നിയമനം നൽകാമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഈ 2 ഘട്ട പരീക്ഷയിൽ നാളിതുവരെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി 10 ദിവസം തികച്ചില്ലാത്ത ഈ ഒരു കാലയളവിൽ 20% നിയമനം മാത്രമാണ് PSCയുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ സമരമായിട്ട് ഇന്ന് 52 ദിവസമായിട്ട് ഈ ഒരു തെരുവിൽ കാണിക്കാത്ത സർക്കസുകളൊന്നുമില്ല. അതിൽ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടൊരു സമരം പിടിച്ചതെന്ന് പറയുന്നത് 1903 ചട്ടമ്പി സ്വാമികൾ അന്നത്തെ ഫ്യൂഡൽ മാടമ്പി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പട്ടിസദ്യ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതുകൊണ്ടെങ്കിലും ഗവൺമെൻറ് കണ്ണു തുറക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഇലക്ഷനല്ലേ വരുന്നത്, അവരെങ്ങനെയാണ് യുവാക്കളുടെ വോട്ട് ഉറപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിശയമാണ്. കാരണം 10,000-കണക്കിന് യുവാക്കൾ മുട്ടിലഴങ്ങിയും മുട്ടുകുത്തിയും പട്ടിയായിട്ട് നിന്നും പുല്ല് നിന്നും മണ്ണ് തിന്നും ഒക്കെ നമ്മളിങ്ങനെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കാണാതെ പോകുന്ന ഗവൺമെൻറ്, യുവാക്കളുടെ കരച്ചിൽ അല്ലെങ്കിൽ യുവാക്കളുടെ വിളി കേൾക്കാതെ പോകുന്ന ഈ ഒരു ഗവൺമെൻറ് എത്രത്തോളം യുവാക്കളുടെ വോട്ടുറപ്പിക്കാൻ എന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും അവരുടെ മുന്നിലുള്ളത് ഇനി ഏകദേശം 10 ദിവസങ്ങൾ മാത്രമാണ്. 2019 CPO റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത് ഈ വരുന്ന മാർച്ച് 12 ആയതുകൊണ്ട് തന്നെ സർക്കാർ ഇനിയെങ്കിലും ഈ ഒരു വ്യത്യസ്തമായ തങ്ങളുടെ ഈ ഒരു പ്രതിഷേധം കണ്ട് തങ്ങളുടെ ഗതികേട് കണ്ട് ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്ന അവസാന പ്രതീക്ഷയിലാണ് CPO റാങ്ക് ഹോൾഡേഴ്സ് ഇത്തരത്തിൽ വ്യത്യസ്തമായൊരു പട്ടിസദ്യ എന്നുള്ളൊരു പ്രതിഷേധ മാർഗത്തിലേക്ക് കടക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.